പഹൽഗാം ഭീകരാക്രമണം നടന്ന വർഷമാണ് കടന്നു പോകുന്നത്. എയർ ഇന്ത്യ വിമാനം അഹമ്മദാബാദിൽ തകർന്നു വീണതും ഈ വർഷമാണ്. ഡൽഹി ബീഹാർ തിരഞ്ഞെടുപ്പുകളിൽ NDA വലിയ വിജയം നേടിയതാണ് 2025 ദേശീയ തലത്തിലുള്ള അധികാര വാർത്ത. സ്വന്തം നിലയ്ക്ക് ഭൂരിപക്ഷം ഇല്ലെങ്കിലും BJPയുടെ രാഷ്ട്രീയ അജണ്ടകൾ വിട്ടുവീഴ്ചയില്ലാതെ നടപ്പാക്കുന്ന നരേന്ദ്രമോദിയെയാണ് കാണുന്നത്. പൗരത്വ നിയമം SIRന്റെ മറവിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. യൂണിഫോം സിവിൽ കോഡ് 2026 പ്രഖ്യാപിക്കുമോ എന്നതാണ് വരും വർഷത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ചോദ്യം. അതിനുള്ള സൂചനകളാണ് BJP RSS നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതും. 2029 ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന തീരുമാനം നടപ്പാക്കുമോ എന്നതും 2026 അറിയാം. ഭരണഘടനാപരമായി അതിനുള്ള ഒരുക്കങ്ങളൊന്നും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ലോക്സഭയുടെയും രാജ്യസഭയുടെയും സീറ്റെണ്ണം ജനസംഖ്യാനുപാതികമായി വർദ്ധിപ്പിക്കുമോ എന്ന വലിയൊരു ചോദ്യവും ബാക്കി കിടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കേരളത്തിനുണ്ടാകാൻ പോകുന്ന നഷ്ടത്തിന്റെ കണക്കുകളുമുണ്ട്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. കേന്ദ്രം കൂടുതൽ ഹിന്ദുത്വ നയങ്ങളിലേക്കോ? ഇന്ത്യ ഹിന്ദു രാഷ്ട്രവും ഹിന്ദു സമൂഹവുമാണെന്നാണ് RSSന്റെ മേധാവി മോഹൻ ഭാഗവത് 2025 അവസാന പാദത്തിൽ പറഞ്ഞത്. മോഹൻ ഭാഗവത് പറഞ്ഞ ആ വാചകങ്ങൾ ഒരിക്കൽ കൂടി പറയുകയാണ് സ്പോട്ട്ലൈറ്റ്. ഇന്ത്യ ഒരു കാലത്ത് വിശ്വഗുരുവായിരുന്നു. എന്നാൽ അധിനിവേശങ്ങൾ നമ്മുടെ ക്ഷേത്രങ്ങളെ നശിപ്പിച്ചു. നിർബന്ധിത മതപരിവർത്തനം രാജ്യത്തെ അടിമത്തത്തിലേക്ക് തള്ളിവിട്ടു. അധിനിവേശത്തിന്റെ നാളുകൾ കഴിഞ്ഞു. രാമക്ഷേത്രത്തിന് മുകളിൽ പതാക ഉയർത്തി. നൂറ്റാണ്ടുകളുടെ അടിച്ചമർത്തലുകൾക്കുമേൽ ഇന്ത്യ സാംസ്കാരിക സ്വത്വം വിജയിച്ചു. അയോധ്യയിൽ പതാക ഉയർത്തിയതിനു ശേഷം മറ്റൊന്നുകൂടി ഭാഗവത് പറഞ്ഞു. ധർമ്മത്തെ പ്രതിനിധീകരിക്കുന്നതാണ് കാവി നിറം. അയോധ്യയ്ക്ക് മേൽ കാവിക്കൊടി പാറിയതോടെ ധർമ്മം നടപ്പിലായി എന്നാണ് ആ വാക്കുകളുടെ അർത്ഥം. അതായത് നാനാത്വത്തിലെ ഏകത്വം, എന്നാൽ ഹിന്ദുത്വമാണെന്ന് പറയുന്നു എന്നതാണ് വലിയ വിമർശനം. ഈ വിമർശനങ്ങൾക്ക് നടുവിലാണ് ഇന്ത്യ 2026 കടന്നു പോകുന്നത്. രാമക്ഷേത്രത്തിന് ശിലയിട്ടതും പ്രാണപ്രതിഷ്ഠ നടത്തിയതും പ്രധാനമന്ത്രിയാണ്. അതേ പ്രധാനമന്ത്രി അതേ മോഹൻ ഭാഗവതിനൊപ്പമെത്തി കാവി പതാകയും ഉയർത്തി. അയോധ്യയിലെ ആ കൊടിയേറ്റം രാമക്ഷേത്ര ലക്ഷ്യത്തിന്റെ പൂർത്തീകരണമായി പ്രഖ്യാപിക്കപ്പെട്ടു. രാമക്ഷേത്രം യാഥാർത്ഥ്യമായതോടെ ഇനി എന്ത് എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് മോഹൻ ഭാഗവത് തെളിയിച്ചു തന്ന പറഞ്ഞത്. ഇന്ത്യ ഹിന്ദു രാഷ്ട്രമായിരുന്നു എന്ന ആ വാദം. ഇനിയും ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കുകയാണ് ലക്ഷ്യമെന്ന ആ പ്രഖ്യാപനം. പൂർണ്ണമല്ലെങ്കിലും ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വന്നു കഴിഞ്ഞു. വിവാഹവും വിവാഹമോചനവും നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണം എന്നതല്ല ആ നിയമത്തെ ചർച്ചയാക്കുന്നത്. വിവാഹം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ പോലും മതമേലധ്യക്ഷന്റെയോ അല്ലെങ്കിൽ സമുദായ പ്രമാണിയുടെയോ അനുമതി വേണം എന്നുള്ളതാണ്. ഒന്നിച്ചു താമസിക്കുന്ന ദമ്പതികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ഏതു നാട്ടുകാർക്കും കയറി പരിശോധിക്കാം. ഒരു മേൽക്കൂരയ്ക്ക് താഴെ ഒരു പുരുഷനും സ്ത്രീയും കഴിയേണ്ടി വന്നാൽ അത് മറ്റു കുടുംബാംഗങ്ങളോടൊപ്പമാണെങ്കിലും ഈ നിയമം അനുസരിച്ച് അറസ്റ്റ് ചെയ്യപ്പെടാം, ശിക്ഷിക്കാം. 3 മുതൽ 6 മാസം വരെ തടവും കിട്ടാം. 10,000 രൂപ മുതൽ 25,000 രൂപ വരെ പിഴയും അടയ്ക്കേണ്ടി വരും. മതവും ജാതിയും സമുദായവും ബാധകമല്ലാത്ത എല്ലാവർക്കും ഒരേ നിയമം എന്ന് പറഞ്ഞുകൊണ്ടുവരുന്ന നിയമം പോലും കല്യാണം രജിസ്റ്റർ ചെയ്യാൻ മതമേലധ്യക്ഷന്റെ കത്ത് നിർബന്ധമാക്കുകയാണ്. മതനിയമങ്ങൾ അപ്രസക്തമാകുമെന്ന് പറഞ്ഞിട്ട് അസാധുവായത് ഇന്ത്യൻ മാരേജ് ആക്ട് ആണ്. ഒരു മതമേലധ്യക്ഷന്റെയും സമുദായ മേധാവിയുടെയും സമ്മതമില്ലാതെ വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനമാണ് ഉത്തരാഖണ്ഡിൽ അസാധുവായത്. ലോകം 21ാം നൂറ്റാണ്ടിന്റെ 1/4 നൂറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞു. ജീവിതത്തെക്കുറിച്ചും സഹജീവിതത്തെക്കുറിച്ചുമുള്ള സങ്കല്പങ്ങൾ ആകെ മാറി. ഒന്നിച്ചു ജീവിക്കാനും ഒന്നിച്ചു താമസിക്കാനും ഒരു ഉടമ്പടിയും ആവശ്യമില്ലെന്ന് കരുതുന്നവരുടെ ലോകത്താണ് ഇങ്ങനെ വലിയ വലിയ നിയമങ്ങൾ കൊണ്ടുവരുന്നത്. സർക്കാർ 1973 ശേഷം രണ്ടും കൽപ്പിച്ച് മണ്ഡല പുനർനിർണയം നടത്തുമോ എന്നുള്ളതാണ് ഈ രാജ്യം ഉറ്റുനോക്കുന്നത്. ജനസംഖ്യാനുപാതികമായി സീറ്റ് വിഭജിക്കണമെന്നാണ് ഭരണഘടന പറയുന്നത്. ആ തത്വം അംഗീകരിക്കുകയാണെങ്കിൽ കൊടിയ നഷ്ടം വരാൻ പോകുന്നത് ഇവിടെ കേരളത്തിനും തൊട്ടടുത്തുള്ള തമിഴ്നാടിനുമാണ്. കാരണം ഇവിടെ ഈ ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമായി നടപ്പാക്കിയത് കൊണ്ട് തന്നെ കാര്യമായ ജനസംഖ്യാ വർധനവില്ല. പക്ഷേ ഉത്തർപ്രദേശിലും ബീഹാറിലും അതല്ല സ്ഥിതി. വലിയ തോതിൽ സീറ്റുകൾ വർദ്ധിക്കും. അങ്ങനെയെങ്കിൽ നിലവിലെ 543 അംഗ ലോക്സഭ 846 ആകും. 303 അംഗങ്ങൾ കൂടി അധികമായി എത്തും. ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ പുതിയ സീറ്റ് നില 143 ആകും. അതായത് 63 സീറ്റിന്റെ വർധനവ് വരും.
കേരളത്തിൽ 20 സീറ്റ് അതുപോലെ നിലനിർത്തിയാൽ ഉത്തർപ്രദേശിന് ലഭിക്കുന്ന ബമ്പർ ലോട്ടറിയാണ് ഈ 63 സീറ്റ്. 48 സീറ്റുള്ള മഹാരാഷ്ട്രയ്ക്ക് പുതിയ ലോക്സഭയിൽ 76 സീറ്റായി മാറും. പശ്ചിമ ബംഗാളിൽ നിലവിലെ 42 സീറ്റ് 60ആയി മാറും. 18 സീറ്റിന്റെ വർധനവ് വരും. ദക്ഷിണേന്ത്യയിലേക്ക് വരികയാണെങ്കിൽ നിലവിലെ ലോക്സഭയിൽ ആന്ധ്രാപ്രദേശിന് 25 സീറ്റും തെലങ്കാനയ്ക്ക് 17 സീറ്റുമാണുള്ളത്. ഇത് രണ്ടും ചേർത്ത് 42. 2 സംസ്ഥാനങ്ങൾക്കും കൂടി 54 സീറ്റാണ് പുതിയ കണക്കിൽ ലഭിക്കുക. നിലവിലെ 39 സീറ്റ് തമിഴ്നാട്ടിൽ 10 മാത്രം കൂടി 49 ആയിട്ടാകും മാറുക. കർണാടകയുടെ 28 സീറ്റ് 41ആയി മാറും. അപ്പൊ ഈ കണക്കില് ദക്ഷിണേന്ത്യയിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും നഷ്ടം നേരിടുന്ന സംസ്ഥാനം നമ്മുടേതായിരിക്കും, കേരളമായിരിക്കും. 20 അങ്ങനെ തന്നെ തുടരും. കേന്ദ്രം പ്രഖ്യാപിച്ച നയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന നിഗമനങ്ങളാണ് ഇതുവരെ നമ്മൾ പറഞ്ഞത്. 2025 നമുക്ക് ഒട്ടേറെ പ്രതിസന്ധികളുടേതായിരുന്നു. അതിലേറെ വെല്ലുവിളികളും ഉണ്ടായി. പാകിസ്ഥാനും അമേരിക്കയും നമ്മളെ വെല്ലുവിളിച്ചു. പാകിസ്ഥാന്റെ വെല്ലുവിളി വിജയകരമായി നേരിട്ടു. അമേരിക്ക ഉയർത്തിയ വെല്ലുവിളി നികുതി നിരക്കിലാണ്. അക്കാര്യത്തിൽ ആ പ്രതിസന്ധി ഇനിയും മറികടക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ കയറ്റുമതി കുത്തനെ ഉയരേണ്ട സ്ഥാനത്ത് മെല്ലപ്പോക്കിലാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കയറ്റി അയക്കുന്നത് അമേരിക്കയിലേക്കാണ്. അതാണ് വെല്ലുവിളിയായി തുടരുന്നതും. കഴിഞ്ഞ വർഷം നമ്മുടെ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാക്കിയ ദുരന്തങ്ങളും നിരവധി കണ്ടു. ജനുവരി 29-ന് മഹാകുംഭമേളയുടെ തിക്കിലും തിരക്കിലും 30 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഫെബ്രുവരി 15-ന് പ്രയാഗ്രാജിലേക്ക് ട്രെയിൻ കയറാൻ നിന്നവരുടെ തിക്കിലും തിരക്കിലും ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ 18 പേർ കൊല്ലപ്പെട്ടു. ബംഗളൂരുവിൽ റോയൽ ചാലഞ്ചേഴ്സിന്റെ കിരീട വിജയം ആഘോഷിക്കാൻ എത്തിയവർ ഉണ്ടാക്കിയ തിക്കിലും തിരക്കിലും കൊല്ലപ്പെട്ടത് 11 പേരാണ്. സെപ്റ്റംബർ 27-ന് തമിഴ്നാട് കരൂരിൽ TVK നേതാവ് വിജയുടെ റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട് 41 പേർ കൊല്ലപ്പെട്ടു. ആൾക്കൂട്ടങ്ങളെ പ്രാകൃതമായി തിരക്കാനും തിക്കാനും വിടുകയാണ് ഇപ്പോഴത്തെ ഇന്ത്യയിലെ സ്ഥിതി. ആൾക്കൂട്ട മാനേജ്മെന്റിൽ ലോകത്ത് തന്നെ ഏറ്റവും പിന്നിലുള്ള രാജ്യങ്ങളിലൊന്നാണ് നമ്മുടേത്. ലോകമെങ്ങും മുന്നൊരുക്കങ്ങൾ ഫലപ്രദമായി നടക്കുമ്പോൾ നമുക്ക് മാത്രം അതിനൊന്നും കഴിയുന്നില്ല. 2026-ലെങ്കിലും ആൾക്കൂട്ടങ്ങളെ വധിക്കാൻ വിടാതിരിക്കാനെങ്കിലും കഴിയണം. അത്രയെങ്കിലും ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ പുതുവർഷത്തെ സ്വാഗതം ചെയ്യാം. സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം.